എങ്ങനെ ശ്രമിച്ചാലും തള്ളാൻ ഇടയുള്ള ഒരു വിഷയം ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഒരു ചർച്ച അനുവദിച്ചാൽ ഇന്നലത്തെക്കാളും മിനിഞ്ഞാന്നത്തെക്കാളും കൂടുതൽ പരിഹാസ്യമായി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ളൊരു ഗതികേട് മാറ്റാൻ വേണ്ടി മാത്രം നടത്തിയ ശ്രമമായി അത് കണ്ടാൽ മതി. ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിന്റെ ക്ഷീണവും കൊതിക്കറിവും മൂലമാണ്. സർ, ഇവരാദ്യം RSSുമായി ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം തടയും എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി നടത്താമെന്ന് പറഞ്ഞു. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി കയ്യോടെ തന്നെ ഹർജി തള്ളി. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോ സഭയിൽ RSSന് ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. നടപടികൾ നിർത്തിവെക്കുന്നതിൽ ഉപക്ഷേപം. ഓർഡർ. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പം പൊതിഞ്ഞ സ്വർണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതായും സ്വർണപ്പാളിയുടെ ഭാരം കുറഞ്ഞതായി കണ്ടെത്തിയതായും ശബരിമലയോട് സർക്കാർ അവഗണന കാട്ടുന്നതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടി നിർത്തിവെക്കുന്ന ഉപക്ഷേപമാണ് ഇന്ന് നൽകിയത്. ചട്ടം 50 പ്രകാരം ഇന്ന് നോട്ടീസ് ലഭിച്ച ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിരിക്കുന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കൃത്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ 52 ക്ലോസ് 7 പ്രകാരം നോട്ടീസ് സ്വീകാര്യയോഗമല്ലെന്ന് അറിയിക്കുന്നു. ഓർഡർ. യെസ്. അദ്ദേഹം സംസാരിക്കട്ടെ, അദ്ദേഹം പറയട്ടെ എന്താണ്. യെസ്. പ്ലീസ് അവിടെ LOP പറയട്ടെ. ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആണ് സംസാരിക്കാൻ പറ്റൂ. ലീഡർ ഓഫ് ഒപ്പോസിഷൻ നിങ്ങളല്ല, അദ്ദേഹമാണ്. പറയട്ടെ. യെസ് സർ, ഇവിടെ നിരവധി ഇതുപോലെ സബ്ജുഡീസ് ആണ് എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. പല സർക്കാരിന്റെ സമയത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രീസിഡൻസ് ഇവിടെയുണ്ട്. ഹൈക്കോടതി വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയുകയും അവർ അന്വേഷണം ഉത്തരവിടുകയും ചെയ്ത കേസാണ്. അവിടെ ഒരു ക്ലോഷർ ഉണ്ടായിട്ടുണ്ട്. ഗൗരവതരമായി ശബരിമല പോലുള്ള സാർ, ഞാൻ പറഞ്ഞു സാർ പറഞ്ഞ ഞാൻ എങ്ങനെ പറയണേ, എന്റെ ഒരു സെന്റൻസ് പോലും പൂർത്തിയാക്കാൻ സമ്മതിക്കണം. ഇതൊക്കെ റൈറ്റ് ആണ്. ക്ലോസ് 7 പ്രകാരം ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് നിങ്ങൾ പ്രസിഡൻസ് പറഞ്ഞിട്ടുണ്ടാവും. ഹൂ വിൽ ബെൽ ദ കാറ്റ് എന്ന് പറഞ്ഞ പോലെ സമ്മൺ ഹാസ് ടു ബെൽ ദ കാറ്റ്. ഇവിടെ ഈ ചെയർ ബെൽ കാറ്റിന് പൂച്ചക്ക് മണി കെട്ടുകയാണ്. ഇനി പ്രസിഡന്റ് അനുവദിക്കുന്നല്ല. സാർ, ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൗട്ട് ചെയ്യുന്നു. പാർലമെന്ററി മിനിസ്റ്റർ. സർ, അങ്ങ് ഇവിടെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ചട്ടത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ കാര്യം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തതിന്റെ ക്ഷീണം തീർക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്തവണ ഈ അനുവദിക്കാനാവില്ല, സബ്ജുഡീസ് ആണ് എന്നറിഞ്ഞ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് ഇരിക്കേണ്ടി വന്നാലോ എന്ന് ഭയന്നിട്ടാണ് സർ. ഇത് വളരെ വ്യക്തമാണ്. കേരള നിയമസഭയുടെ ചട്ടത്തിലുണ്ട്, പാർലമെന്റിന്റെ ചട്ടത്തിലുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും നിയമനിർമ്മാണ സഭകൾ പൊതുവിൽ പാലിച്ചു പോരുന്ന ഒരു കാര്യമാണ് സബ്ജുഡീസായി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത്. സർ, 3 സെപ്റ്റംബർ 17 ഉത്തരവിൽ 3 ആഴ്ച കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. എന്നിട്ടും ഇത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യട്ടെ. മിനിസ്റ്റർ പറഞ്ഞോട്ടെ. നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യേണ്ട കാര്യം മിനിസ്റ്റർ പറയട്ടെ. യെസ്. എന്നിട്ടും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം അനുവദിക്കില്ല ചെയർ എന്ന് അറിഞ്ഞിട്ടും കൊണ്ടുവന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിന്റെ ക്ഷീണവും കൊതിക്കറിവും മൂലമാണ്. സർ, ഇവരാദ്യം RSSുമായി ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം തടയും എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി നടത്താമെന്ന് പറഞ്ഞു. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി കയ്യോടെ തന്നെ ഹർജി തള്ളി. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോ സഭയിൽ RSSന് ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതെ, സാധാരണ നമ്മൾ പറയും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയും. ഇവിടെ കോടതിയിൽ തോറ്റതിന് ചെയറിനോടും സഭയോടുമാണ് ഇപ്പൊ പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അനുവദിക്കാനാവില്ല എന്നുള്ളത് അത്തരമൊരു ചട്ടങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ കീഴ്വഴക്കത്തിന് മുകളിലാണ് ചട്ടം. ഓർഡർ. ലോ മിനിസ്റ്റർ. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുള്ളത് അത് ക്ലോസ് ചെയ്തെന്നാ പറഞ്ഞു. ക്ലോസ് ചെയ്തിട്ടില്ല. വീണ്ടും ഡേറ്റ് ഉൾപ്പെടെ വെച്ചിട്ടാണ് കേസ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങ് 30 വീണ്ടും കേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ കോടതിയുടെ പരിഗണന ഇരിക്കുന്ന ഒരു വിഷയം അത് അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയാകരുത് എന്നുള്ള ചട്ടം വളരെ ശക്തമാണ്. ബഹുമാനായ പാർലമെന്ററി കാര്യ ഉപമന്ത്രി പറഞ്ഞതുപോലെ ഇന്ന്
എങ്ങനെ ശ്രമിച്ചാലും തള്ളാൻ ഇടയുള്ള ഒരു വിഷയം ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഒരു ചർച്ച അനുവദിച്ചാൽ ഇന്നലത്തെക്കാളും മിനിഞ്ഞാന്നത്തെക്കാളും കൂടുതൽ പരിഹാസ്യമായി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ളൊരു ഗതികേട് മാറ്റാൻ വേണ്ടി മാത്രം നടത്തിയ ശ്രമമായി അത് കണ്ടാൽ മതി. കേരളത്തിലെ വിശ്വാസ സമൂഹം കേരളത്തിലെ വിശ്വാസ സമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ദേവസ്വം ബോർഡിന്റെ നേതൃത്വം ദേവസ്വം വകുപ്പിന്റെയും എല്ലാം സഹായത്തോടു കൂടി ആഗോള അയ്യപ്പ സംഗമം മഹാസംഗമം നടത്താൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുകയാണ്. അപ്പൊ അതിലിപ്പോ എങ്ങനെയെങ്കിലും പങ്കെടുക്കാതെ പോകുമ്പോൾ ഒരു ജാള്യം എങ്ങനെ മറയ്ക്കണം എന്ന ശ്രമം ഈ രൂപത്തിൽ കൊണ്ടുവരുന്നത് അങ്ങേയറ്റം തെറ്റാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ദേവസ്വം സർ, ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പാർലമെന്ററി കാര്യം ആഗോള അയ്യപ്പ സംഗമം ഇന്ന് ഭംഗിയായി ഫലപ്രദമായി ഉള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാ ഹർജികളും തള്ളി ഇതുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി തന്നു. വിദേശ പ്രതിനിധി ഉൾപ്പെടെ പങ്കെടുത്ത് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടാണ് അതിന് മങ്ങലേൽപ്പിക്കാൻ കഴിയുമോ എന്നൊരു പാഴ്ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ പ്രമേയത്തിന്റെ. ഇത് യഥാർത്ഥത്തിൽ കോടതി ഈ വിഷയം പരിഗണിക്കും. 2019 വിഷയമാണ്, ഇപ്പോഴത്തെ വിഷയമല്ല. 2019 സ്വർണ്ണപ്പാളി കൂട്ട കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്താൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ദേവസ്വം ഓഫീസ് ഉത്തരവ് നൽകി. 30-ാം തീയതി വീണ്ടും ഈ കേസ് ഇത്രത്തോളം നടപടികൾ വന്ന ഒരു കേസിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ സർവീസ് ആവുന്നു. അങ്ങയുടെ റൂളിംഗ് ഇവിടെ സൂചിച്ച പോലെ 52 അനുസരിച്ച് വളരെ ശരിയാണ്. അതിനെ സ്വാഗതിച്ചു. നടപടികൾ നിർത്തിവെക്കുന്നതിൽ ഉപക്ഷേപം. ഓർഡർ. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പം പൊതിഞ്ഞ സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതായും സ്വർണ്ണപ്പാളിയുടെ ഭാരം കുറഞ്ഞതായി കണ്ടെത്തിയതായും ശബരിമലയോട് സർക്കാർ അവഗണന കാട്ടുന്നതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടി നിർത്തിവെക്കുന്ന ഉപക്ഷേപമാണ് ഇന്ന് നൽകിയത്. ചട്ടം 50 പ്രകാരം ഇന്ന് നോട്ടീസ് ലഭിച്ച ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിരിക്കുന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കൃത്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ 52 ക്ലോസ് 7 പ്രകാരം നോട്ടീസ് സ്വീകാര്യയോഗമല്ലെന്ന് അറിയിക്കുന്നു. ഓർഡർ. യെസ്. അദ്ദേഹം സംസാരിക്കട്ടെ, അദ്ദേഹം പറയട്ടെ എന്താണ്. യെസ്. പ്ലീസ് അവിടെ